എല്ലാ പ്രേക്ഷകർക്കും റംലാൻ മുബാറക്. അമ്പിളിക്കല ചന്തം ചാർത്തിയ പ്രശോഭിതമായ താരാഗണങ്ങൾക്കിടയിലെ റംസാൻ രാത്രി, റംസാൻ നിലാവൊളി ഇഫ്താർ വിഭവങ്ങളിൽ ഇന്ന് ഞാൻ എത്തിയിരിക്കുന്നത് ഷഹാന അമൽ പ്രേക്ഷകർക്കായി ഒരുക്കുന്ന പുതിയൊരു വിഭവമായിട്ടാണ്. എല്ലാ പ്രേക്ഷകരെയും റംസാൻ നിലാവൊളിയിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഇഫ്താർ വിഭവങ്ങൾ ഒരുക്കാനായി ഷഹാന അമലിനെ സ്വാഗതം ചെയ്യുന്നു. അമൽ, അസ്സലാമു അലൈക്കും. എന്തൊക്കെ വിശേഷം? നമ്മൾ കുറെ ദിവസത്തിന് ശേഷം വീണ്ടും അമൽ നമുക്ക് വേണ്ടി വന്നിരിക്കുകയാണ്. ഇന്ന് എന്താണ് പ്രേക്ഷകർക്ക് വേണ്ടി ഉണ്ടാക്കാൻ പോകുന്നത്? ഇന്ന് കുഴക്കണ്ട, പരത്തണ്ട, മുക്കി പൊരിക്കണ്ട. നൈസ്. കുഴക്കണ്ട, പരത്തണ്ട, മുക്കി പൊരിക്കണ്ട. പിന്നെ പിന്നെ പേര് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇടാം. ഇത്രയും നല്ല വെറൈറ്റി ആയിട്ടുള്ളൊരു വിഭവം നമ്മൾ ഇന്ന് വരെ ചെയ്തിട്ടില്ല. പ്രേക്ഷകർക്ക് ഇഷ്ടമുള്ള പേര് ഇതിനെ വിളിക്കാം. കുഴച്ച് ബുദ്ധിമുട്ടുണ്ട, പരത്തണ്ട, പിന്നെ ഈ എണ്ണയിൽ ഇങ്ങനെ മുക്കി പൊരിച്ച് അതും ബുദ്ധിമുട്ടുണ്ട. അപ്പോൾ എന്തൊക്കെയാണ് ഇതിന് വേണ്ട ഐറ്റംസ് അതൊന്ന് പറയാം. വേണ്ടത് മൈദപ്പൊടി, മെയിൻ മൈദ. പിന്നെ ഗോതമ്പ് പൊടി വേണമെങ്കിൽ എടുക്കാം. അത് ആളുകളെ ഇഷ്ടം പോലെ. മൈദപ്പൊടി ആകുമ്പോൾ നമുക്ക് കൂടുതൽ ടേസ്റ്റി ആയിട്ട് കിട്ടും. പിന്നെ അതിന് ആവശ്യമുള്ള കുറച്ച് വെള്ളം, മൈദ കുഴക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം, ഉപ്പ്, പിന്നെ ഒരു മുട്ട ഒന്ന്, പിന്നെ ഒരു ഫില്ലിംഗ് ആണത് തക്കാളി, കാബേജ്, ക്യാരറ്റ്, പുതിനയില, കുരുമുളക് പൊടി, പിന്നെ അതിൽ മയണൈസും സോസ്. ഓക്കെ. അപ്പം ഇനി നമുക്ക് കുഴക്കും പരത്തൊന്നും വേണ്ടല്ലോ. അപ്പം ഇനി എന്താ ചെയ്യേണ്ടത്? ഒരു ജാർ എടുക്കുക, മിക്സിൻ്റെ ജാറ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ജാറിൽ ആദ്യം ഒരു 1/4 കപ്പ് വെള്ളം ഒഴിക്കാം. എന്നിട്ട് മൈദപ്പൊടി, കളന്ന് വെച്ച മൈദപ്പൊടി ചേർക്കുക. 1 കപ്പ് ഇട്ടാ. അത് കഴിഞ്ഞിട്ട് ഉപ്പ്, നമുക്കൊരു മുട്ട പൊട്ടിച്ചത്, ഉപ്പ് പാകത്തിനിട്ടാ. ഇനി ഇത് നമുക്ക് അടിച്ചെടുക്കാം. ഒന്ന് മിക്സിയിൽ ഒന്ന് അടിച്ചിട്ട് വരാം. എന്നിട്ട് ഇതിൽ വെള്ളം പാലുണ്ടാവില്ല, അപ്പം നമുക്ക് ഒരു കപ്പും കൂടി വെള്ളത്തിൽ എടുക്കാണ്ട് അത് അടിച്ച് നോക്കിയിട്ട് അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. നമ്മൾ 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് പൊടിയിൽ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ വെള്ളം പോരാ, അപ്പം നമ്മൾ ഒരു കപ്പും കൂടി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇനി ഒന്നും കൂടി നമ്മൾ തിരിച്ചോട്ട് പാകത്തിന് ബാറ്റർ റെഡിയാക്കിയിട്ട് വരാം. ഓക്കെ. ഇപ്പോൾ അമല് നമുക്ക് മൈദ ഇത്രയും ലൂസായിട്ട് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. മൈദ ദോശ ഒക്കെ ഉണ്ടാക്കും എന്ന് പറഞ്ഞ പോലെ ദോശന്റെ ആ ബാറ്റർ തന്നെ. ഓക്കെ. നമ്മൾ ദോശ ഉണ്ടാക്കിക്കോളൂ. വളരെ നേരിയതായിട്ടുള്ള രീതിയിൽ ദോശ ചുട്ടെടുക്കുക, മൈദ ദോശ. ഇതാണ് പരത്തണ്ട എന്ന് പറഞ്ഞത് അല്ലേ? ഇങ്ങനെ പരത്തിയാൽ മതി. ഇങ്ങനെ നമ്മൾ വട്ടം ദോശക്ക് ചുറ്റി കൊടുക്കുന്ന പോലെ ഇങ്ങനെ. ഇത് എപ്പോഴും ഉണ്ടാക്കോ? ഇതിപ്പോ നോമ്പാവും നമ്മളിടക്ക് ഓരോ ഐറ്റംസ് ആയിട്ട്. ഷവർമ്മ അങ്ങനെ കഴിക്കലില്ലല്ലോ, അപ്പൊ അതിന് പകരമായിട്ട് അപ്പൊ നോമ്പ് ഇറക്കുമ്പോ ഇവർക്കൊരു പൂതി വരുമ്പോ അപ്പൊ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി നോക്കാന്ന് വിചാരിച്ച അങ്ങനെ ആയതാണ്. അതുകൊണ്ടാണ് പേര് വെക്കാത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിന് ഷവർമ്മ റോളെന്നോ ലൈറ്റെന്നോ ഇഷ്ടമുള്ള എന്ത് പേരും ഇതിന് വിളിക്കാം. കാരണം അതിൻ്റെ ഫില്ലിങ്സ് ഒക്കെ ഏകദേശം ഷവർമ്മൻ്റെ ഫില്ലിങ്സ് തന്നെയാണ് വരുന്നത്. നമുക്ക് വഴിയെ മനസ്സിലാവും. അപ്പോൾ ഇത് ദോശ വളരെ നൈസാണ്, നല്ല തിന്നായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. തീരെ കട്ടിയില്ല. അപ്പം അതുപോലെ ഒരു 3-4 ദോശ നമ്മൾ ചുട്ടെടുക്കുക. ഒരു നോമ്പൊക്കെ എങ്ങനെയുണ്ട്? നോമ്പ് ക്ഷീണാണോ? കുഴപ്പമൊന്നുമില്ല. ഓക്കെ. എന്തൊക്കെയുണ്ട് വിശേഷം? എൻ്റെ ദോശ ആവട്ടെ. എന്താണ് എന്താ പഠിക്കണതൊക്കെ? ഞാൻ പഠിക്കില്ല, ഞാൻ പഠിപ്പിക്കുകയാണ്. അതെ, കണ്ടറിയില്ലട്ടോ. അത് താങ്ക് യു. പിന്നെ എന്താ പഠിപ്പിക്കണേ? ഞാൻ കോളേജിലാണ് വർക്ക് ചെയ്യുന്നത്, ടീച്ചറായിട്ടാണ്. അപ്പം ഏത് കോളേജിലാണ്? ഞാൻ മലപ്പുറം പ്രിയദർശിനി. അപ്പം അവിടെ വർക്ക് ചെയ്യുന്നു. ഞങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ദോശ ചെറുതായിട്ടൊന്ന് ഞങ്ങൾ സംസാരിക്കില്ല, ബാക്കി സംസാരിക്കാം. അപ്പം ഞങ്ങൾ ഇതേപോലെ ഒരു 3-4 ദോശ എളുപ്പത്തിൽ ചുട്ടെടുത്തിട്ടുണ്ട്. പ്രോസസ്സ് നോക്കാം. നമ്മളിത് മാറ്റി വെച്ചിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഷവർമ്മ പോലത്തെ ആ ഫില്ലിങ്, അതിന് വേണ്ടി നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു?
നമ്മൾ ആദ്യം 1 കപ്പ് ക്യാബേജ്, 1 കപ്പ് ക്യാരറ്റ്, പിന്നെ ഉള്ളി, ഒരു ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട്, ഒറ്റ സവാള, 1 തക്കാളി, പിന്നെ ആവശ്യത്തിന് കുറച്ച് കുരുമുളക്. നമ്മളൊരു എന്താ പറയാ, ശരിക്കും ഷവർമന്റെ ഫില്ലിങ് തന്നെ എല്ലാ ഐറ്റംസും. ഇനി ഇതിൽ ഉപ്പ് അധികം ഇടണ്ട കേട്ടോ, നമ്മൾ ദോശക്ക് നമ്മൾ ഇട്ടില്ല, പിന്നെ അധികം ഉപ്പ് ഇടണ്ട. പിന്നെ മയോണൈസ് നമ്മൾ ചേർക്കുന്നുണ്ട് ഇതിൽ. ഓക്കെ, അപ്പൊ അതിലൊക്കെ നമ്മൾ ഉപ്പ് ഉള്ള കാരണം കൊണ്ട് ഇപ്പൊ മയോണൈസ് നമ്മൾ ഉണ്ടാക്കുന്നത് കാണിക്കണമെന്നില്ല, ഇപ്പൊ എല്ലാവർക്കും അറിയാം, ഉണ്ടാക്കാനൊക്കെ അറിയാം. നമ്മളിപ്പോ ഹോം മെയ്ഡ് മയോണൈസ് എല്ലാവർക്കും അറിയാം, മുട്ടയും എണ്ണയും ഒക്കെ വെച്ചിട്ട്. മയോണൈസ് നമ്മൾ കുറച്ച് ഇതിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. പിന്നെ ടൊമാറ്റോ സോസ് അതും കൂടി മിക്സ് ചെയ്യും. കാണാൻ നല്ല രസമുണ്ട്, നല്ല രസമുണ്ട്. നമ്മൾ എന്ത് ചെയ്യുക, ഇത് നമ്മൾ മിക്സ് ചെയ്യാം. ഇതിൻ്റെ മയോണൈസും സോസും ഉപ്പും കുരുമുളകും ഈ പച്ചക്കറികളൊക്കെ കൂടെ ഇങ്ങനെ കിടന്ന് ഇങ്ങനെ കൂടിയിട്ട് ഇങ്ങനെ ഒരു ഗ്രേവി ടൈപ്പ് ആവും. യെസ്, അതിതാ പച്ചക്കറിയിൽ നിന്നുള്ള കുറച്ച് വെള്ളവും ഇതിലുള്ള ഈ സാധനമൊക്കെ കൂടെ കൂടിയിട്ട് മിക്സ് ആവും. ഇനി ഉപ്പ് വേണ്ട ആൾക്കാർക്ക് കുറച്ചും കൂടെ വേണമെങ്കിൽ ഇടാം. ആവശ്യം ഉണ്ടാവില്ല. ദോശയിൽ ഉപ്പിട്ടിട്ടുണ്ട്. ചിക്കൻ മയോണൈസ് ഉണ്ട്. ചിക്കൻ ഉപ്പിട്ട് വേവിച്ചതാണോ? ചിക്കന് പൊരിച്ചിട്ട് മിക്സിയിലിട്ട് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തതാണ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ ഉപ്പ് ഇനി വേണ്ട. അപ്പം എല്ലാത്തിലും അത്യാവശ്യം ഉപ്പുണ്ടാവും. ചിക്കൻ്റെ ആ മിക്സും കൂടെ ഇതിലേക്ക് പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞത് കുറച്ച് മതി, ഒരു ഫ്ലേവറിന് മതി. ഇത് നമ്മൾ ഇങ്ങനെ മാറ്റി വെക്കാം. ഓക്കെ, അപ്പോൾ ഇത് ഈ ഫില്ലിങ് നമ്മൾ എന്ത് ചെയ്യാം, ഇപ്പോൾ ഈ ഒരു ലെവലിലാണ് കിട്ടുക. ഈ ചിക്കനൊക്കെ എല്ലാ ഭാഗത്തേക്കും ആയിട്ട് ഈ ചിക്കനും ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി. ഇനി ഈ ഒരു മുട്ട ഇതുപോലെ ഈ ഒരു പ്ലേറ്റിലേക്ക് കുറച്ച് കുരുമുളക് പൊടി അതിലിടുക. പിന്നെ ഇത് മല്ലിയില ചെറുതാക്കി അരിഞ്ഞത് ഒന്നതിൽ മിക്സ് ചെയ്ത് നല്ല ചെറുതാക്കി അരിഞ്ഞിട്ടാ. അതൊന്ന് ഉപ്പ് വേണ്ട ഒരു വേണമെങ്കിൽ ഉപ്പ് അധികം കഴിക്കണ്ട. ഞാൻ ഒരു ശീലത്തിൻ്റെ പുറത്ത് ചോദിക്കുന്നതാണ് എല്ലാത്തിലും കുറച്ച് ഉപ്പ് വേണോ എന്ന്. അപ്പോൾ ഇത് മുട്ടയിലേക്ക് നമ്മൾ കുരുമുളക് പൊടി, കുറച്ചധികം കുരുമുളക് പൊടി, പിന്നെ മല്ലിയും പുതിനയും കൂടെ അരിഞ്ഞത്, ഉപ്പ്, ഇത്ര ഐറ്റംസ് ചേർത്ത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഇവിടെ ദോശ സെറ്റായിട്ടുണ്ട്. അതിലേക്കുള്ള ഫില്ലിങ് ഇത് അതിൻ്റെ മുകളിൽ നമ്മൾ ഒരു കോട്ടിങ് പേസ്റ്റ് പോലെ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിനി പാന് ചൂടാക്കാം. അപ്പോൾ ഇനി നമ്മുടെ അടുത്ത പ്രോസസ്സ് അത് ഏകദേശം നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും ആവണ രീതിക്ക് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദോശ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഒരു കത്തി എടുത്തിട്ട് ഈ സെൻറ്ററില്ലേ അവിടുന്ന് ഇങ്ങനെ ഒരു വരണ്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇങ്ങനെ കിട്ടും. കട്ട് ചെയ്തിട്ട് മുഴുവൻ മുറിക്കരുത്, കാൽഭാഗം. എന്നിട്ട് നമ്മൾ ഈ ഫില്ലിങ് വെക്കുക. ഇതിങ്ങനെ ഉണ്ട പോലെ അങ്ങനെ ആക്കി വെക്കരുത്, പരത്തി വെക്കുക. ഓക്കെ, നമുക്ക് ഇത് ഇങ്ങനെ ഒരാൾക്ക് ഒരെണ്ണം കഴിച്ചാൽ മതി. ഓക്കെ, ഒരെണ്ണം കഴിച്ചാൽ വയറ് നിറയും. പക്ഷെ വീണ്ടും വീണ്ടും പിന്നെയും ചോദിച്ചോണ്ടിരിക്കും, അത്ര ടേസ്റ്റ്. യെസ്,
ആ ഒരു കോൺഫിഡൻസ് ഉണ്ടോ നിങ്ങള്? ഒന്ന് തിന്നു കഴിഞ്ഞാ പിന്നെ ചോദിക്കുക, അത്ര ടേസ്റ്റി ആയിരിക്കും. അപ്പൊ ഇനി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഇങ്ങനെ മടക്കണതില്ലേ, ഇങ്ങനെ ഈ മടക്കണത് വളരെ ശ്രദ്ധിച്ച് ഇങ്ങനെ കോണാക്കിട്ട് മടക്കൂലേ, അതുപോലെ ഇങ്ങനെ മടക്കുക. ഓക്കെ, എന്നിട്ട് അങ്ങനെ കട്ട് ചെയ്തെടുത്താലേ നമുക്ക് ഈ ഒരു ഷേപ്പിൽ മടക്കിയെടുക്കാൻ പറ്റുള്ളൂ. എന്നിട്ട് ഇങ്ങനെ ആക്കുക, വീണ്ടും ഒന്നും കൂടി ഓപ്പോസിറ്റ് സൈഡും കൂടെ മടക്കി കൊടുക്കുക. ഇങ്ങനെ ചെയ്യാം. ഓക്കെ, നൈസ്. ഇങ്ങനെ വരുന്ന ഭാഗല്ലേ നമുക്ക് ഇവിടെ ഓപ്പൺ ആയിട്ട് കിട്ടും, ഇവിടെ ഒരു ഭാഗം. ഓക്കെ, ഇങ്ങനെ കിട്ടൂലേ? ഓക്കെ. അതിന് നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് മൈദപ്പൊടി പേസ്റ്റ് ആക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാം, കൈ കൊണ്ട് തന്നെ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. സ്പൂൺ കൊണ്ട് എടുത്താലൊന്നും ശരിയാവില്ല, കൈയാണ് നല്ലത്. കൈ കൊണ്ടാണ് നമുക്ക് നടക്കുന്നത്. അപ്പം നമുക്ക് ഇതിവിടെ ഇങ്ങനെ ഒട്ടിക്കാം. നമ്മൾ ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാലേ ഒരു ഫ്ലവർ ഷേപ്പിലാണ്. നോക്ക്, കാണിക്കും. അങ്ങനെയാണ് ഇത് കണ്ടോ, നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ കിട്ടും ഇതിൻ്റെ ഓരോ ലെയറായിട്ട്. കാരണം അത് അത്ര തിന്നായിട്ട് ചുട്ടെടുത്തത് കൊണ്ടാണ്. അപ്പോൾ ബാക്കി ഭാഗം കൂടെ നമുക്ക് എന്ത് ചെയ്യാം, ഒട്ടിച്ചു കൊടുക്കാം. കാരണം അത് ഒന്നുകൂടെ ഒന്ന് ചൂടാക്കാണ്ട് അല്ലേ, റാപ്പ് മാതിരി ഒന്ന്. അല്ല, ഇത് നമ്മൾ ഇങ്ങനെ ഒട്ടിച്ചിട്ടേ നമ്മൾ ഓരോന്ന് ഇതുപോലെ ഇങ്ങനെ വെച്ചതിൻ്റെ ശേഷം നമ്മൾ ചട്ടിയിലിട്ടിട്ട് ഒന്ന് മറിച്ചെടുക്കുക. ഓക്കെ, അപ്പോൾ ആ സമയത്ത് ഇത് പൊട്ടിപ്പോവാതിരിക്കാനാണ് ഈ സൈഡൊക്കെ ഒന്ന് ഒട്ടിച്ചു വെക്കണത്. നമ്മളിതുപോലെ ഓരോ ദോശ അങ്ങനെ ബാക്കിയുള്ളതും ഇതേപോലെ തന്നെ ഫില്ല് ചെയ്ത് വെക്കുക. കുറച്ചിട്ടാൽ മതി, അല്ലാണ്ട് കട്ടിക്കാക്കണ്ട, അപ്പം നമുക്ക് മറക്കാൻ പറ്റുള്ളൂ. ഇത് കനം കുറച്ചിട്ട് പരത്തി കൊടുക്കാം. ഇത് വേണമെങ്കിൽ നമുക്ക് കുട്ടികൾക്ക് സ്നാക്കായിട്ടൊക്കെ കൊടുത്തയക്കാം അല്ലേ, സ്കൂളിലേക്കൊക്കെ കൊടുത്തയക്കാം. അത് നമുക്ക് ഗോതമ്പ് പൊടിയാണെങ്കിൽ മൈദ കുട്ടികൾക്ക് ഇതാണെന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഇട്ടിട്ട് ഉപയോഗിക്കാം, അങ്ങനെ ചെയ്യാം. പിന്നെ ഇനിയിപ്പോൾ ആർക്കെങ്കിലും പിന്നെ ചിക്കൻ പ്രശ്നമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വെജിറ്റബിൾസ് മാത്രം ആഡ് ചെയ്തിട്ട് വേണമെങ്കിൽ സോയാ ചങ്ക്സ് ഒക്കെ യൂസ് ചെയ്യാം അല്ലേ. ചിക്കന് പകരം സോയാബീൻസിൻ്റെ ചങ്ക്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് അതുപോലെ ചെയ്യാം. നമുക്ക് ഒരുപാട് വെറൈറ്റി വേണമെങ്കിൽ ഇതിൽ പരീക്ഷിക്കാം. അപ്പം നമ്മൾ നേരത്തെ പോലെ തന്നെ എന്ത് ചെയ്യാം, ഇതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. പിന്നെ എങ്ങനെ പോണു നമ്മളെ ആമീസ് കേക്ക്സ് ഒക്കെ, കേക്ക് ബിസിനസ്? കേക്ക് ഓർഡർ ഒക്കെ ഉണ്ട്. അപ്പൊ നോമ്പായതുകൊണ്ട് ഇനിയിപ്പോ ഇങ്ങനെ ചെറുമാതിരിയൊക്കെ ആയിട്ട് ഇനി ഒരു കോഴ്സ് ചേർന്നിട്ടുണ്ട്, അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ബേക്കിങ്ങിന്റെ കോഴ്സ് തന്നെ കോഴിക്കോട്. ഓക്കെ, അപ്പൊ പ്രൊഫഷണൽ ബേക്കർ ആവാനുള്ള ചുവടുവെപ്പിലാണ്. അത് തുടങ്ങിയിട്ട് വേണം ബേക്കിംഗ്. ഒരു ഇപ്പൊ ഓൾറെഡി ഉള്ളത് ആമീസ് കേക്ക് വേൾഡ് അല്ലേ. ഇനി നമ്മൾ ഇങ്ങനെ ചട്ടിയിലിട്ട് പൊരിക്കുമ്പോൾ ഇതിങ്ങനെ വേറിടാതിരിക്കാനാണ് ഇതിങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുക്കണത്. എണ്ണ വേണ്ട, നമുക്ക് ഒരു സ്പൂണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഇതാക്കിയിട്ട് മതി, ചെറുതായിട്ടേ കൊടുത്താലും മതി. ഓക്കെ, അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി, ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ റാപ്പേഴ്സ് ഓരോന്നെടുത്തിട്ട് അതിലേക്കിടാം. ഒരു സ്പൂണ് അതിൽ നമുക്ക് എണ്ണ വേണ്ട, ഇതിൽ വെച്ചെടുക്കാം. ഓൾറെഡി നമ്മൾ ചിക്കനും ദോശയാണെങ്കിലൊക്കെ ഓൾറെഡി കുക്ക് ചെയ്ത സാധനങ്ങളായതുകൊണ്ട് തന്നെ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി, ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ഇനി ഇത് നമുക്കിത് ഫില്ല് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് നമുക്ക് മുട്ട പൊട്ടിച്ചില്ലേ, മുട്ടയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് അത് അതിൻ്റെ മേലെ ഇങ്ങനെ ഒരു കോട്ടിങ് ആയിട്ട് കൊടുക്കാം. അപ്പോൾ ഒരു എന്താ പറയുക, ദോശൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്ന് മാറി കിട്ടാനുള്ള രീതിക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച മുട്ടയും ഐറ്റംസൊക്കെ കൂടെ ഒന്ന് ഇതിൻ്റെ മുകളിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് പറഞ്ഞാൽ ശരിയാണ്, ഒരാൾക്ക് ഒരെണ്ണം തന്നെ കഴിച്ചാൽ ഫില്ലാവും. കാരണം അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ട് ഇത്. അപ്പോൾ ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. അപ്പുറത്തെ സൈഡും കൂടെ നേരത്തെ മാതിരി മുട്ട എന്ത് ചെയ്യുക, സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നമുക്ക്
ഇത് അതിൻ്റെ മേലെ മറിച്ചിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ ഈ പൊഷൻ മതി. അപ്പം ഏകദേശം നമ്മളെ ഈ പേരില്ലാത്ത ഐറ്റം റെഡിയായി. പിന്നെ നമുക്കിത് എന്ത് ചെയ്യാം, ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ഓക്കെ, ഇതിൻ്റെ ഏകദേശം ഒരു ഫൈനൽ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ്. അപ്പം ഇത് ഈ പറഞ്ഞ മാതിരി നമുക്ക് കട്ട് ചെയ്തിട്ട് കഴിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2 പേർക്കൊക്കെ കഴിച്ചാൽ തന്നെ നല്ല വയറ് നിറയണ രീതിക്കാണ്. കാരണം കൂടുതൽ ഓയിലൊന്നും നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. പിന്നെ അധികം പച്ചക്കറി ഫില്ലിങ്സ് ആണ്. ചിക്കൻ ഓപ്ഷണലാണ്, വേണ്ടവർക്ക് മാത്രം ആഡ് ചെയ്താൽ മതി. എനിവേ ഈ സാധനം നന്നായിട്ടുണ്ട്. പിന്നെ ഈസിയാണ്, പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യണ്ട, ഈ കട്ട്ലറ്റൊക്കെ ഉണ്ടാക്കണ പോലെ ഒരുപാട് പ്രോസസ്സൊന്നുമില്ല, സിമ്പിളാണ്. കഴിഞ്ഞ പ്രാവശ്യവും നമുക്ക് അമൽ അതേപോലെ തന്നെ സിമ്പിളായിട്ടുള്ള 1-2 റെസിപ്പീസാണ് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി എന്തായാലും നന്നായിട്ടുണ്ട്. അമൽ ഇതിൽ വേറെ ഐറ്റംസ് വെച്ചിട്ട് ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ഇല്ല, ഇങ്ങനെ തന്നെ ചെയ്തിട്ടുള്ളൂ. ചിക്കൻ തന്നെയാണ് കൂടുതൽ താല്പര്യം തോന്നുന്നു. അപ്പോൾ എന്ത് ചെയ്യുക, വെജിറ്റേറിയൻ ആയിട്ടുള്ള ആൾക്കാർക്ക് ഈ ചിക്കനൊക്കെ ഒഴിവാക്കിയിട്ട് പറഞ്ഞ പോലെ വെജിറ്റബിൾ ഫില്ലിങ്സ് മാത്രം വെച്ചിട്ടും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്ന് നമുക്ക് അമാൽ പരിചയപ്പെടുത്തിയിട്ടുള്ള എന്തേന്നു വാചകം. കുഴക്കണ്ട പരത്തണ്ട, മുക്കി പൊരിക്കണ്ട. കുഴക്കണ്ട, പരത്തണ്ട, മുക്കി പൊരിക്കണ്ട. അതെ, അതൊന്നും ചെയ്യാതെ നമ്മൾ വളരെ ഈസി ആയിട്ട് നല്ലൊരു എന്താ പറയുക, വയറ് നിറയ്ക്കുന്ന ഒരു സ്നാക്ക് ഇവിടെ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതേപോലെയുള്ള നല്ല ഡിഷസ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അമലിനെ വീണ്ടും പ്രതീക്ഷിക്കാം. അപ്പോൾ ഇന്നത്തെ കേരള വിഷൻ പ്രേക്ഷകർക്ക് റംസാൻ നിലാവൊളി ഇഫ്താർ വിഭവങ്ങളിൽ ഇന്ന് പരിചയപ്പെടുത്തിയ ഈ റോളിന്, ഈ ഒരു വിഭവത്തിന് നിങ്ങൾ പ്രേക്ഷകർക്ക് എന്തെങ്കിലും ഒരു പേര് നിർദ്ദേശിക്കാനുണ്ടെങ്കിൽ അതെന്ത് ചെയ്യാം, നമുക്ക് സജസ്റ്റ് ചെയ്യാം, കമൻ്റായിട്ട് സജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി എന്തായാലും ഇത്തരം നല്ല വിഭവങ്ങളുമായിട്ട് വീണ്ടും കാണാമെന്ന് പ്രതീക്ഷയോടെ എല്ലാ പ്രേക്ഷകർക്കും റംസാൻ മുബാറക്ക്.